അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി KNM കോട്ടയം ജില്ലാ സെക്രട്ടറി നസീർ TH അവരുടെ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ പണ്ഡിതൻ അഷ്റഫ് ഫൈസൽ, മറ്റ് സംഘടനാ ഭാരവാഹികളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്താൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ പവിത്രമായ ഒരു സദസ്സിൽ അല്പസമയം ഇരിക്കുവാൻ, അതുമായി ബന്ധപ്പെടുവാൻ കിട്ടിയ ഈ അവസരം ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും വളരെ ധന്യതയാർന്നതാണ്. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു വിഭാഗം വിശ്വാസികൾ, അവർ തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യത്തിലും സമാധാനത്തിലുമായിരിക്കും. അതോടൊപ്പം തന്നെ കാരുണ്യത്തിന്റെ മലക്കുകൾ അവരെ പൊതിഞ്ഞു നിൽക്കും. അള്ളാഹു അവന്റെ സദസ്സിലുള്ള ആളുകളോട് അഭിമാനപൂർവ്വം ആ സമൂഹത്തെ കുറിച്ച് സംസാരിക്കും. ഇങ്ങനെ വിവിധങ്ങളായ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പവിത്രമായ സദസ്സാണ് ഈ സദസ്സിൽ. നമുക്കറിയാം, നമ്മുടെ സമീപത്ത് ധാരാളം ജനങ്ങളുണ്ട്. നമ്മുടെ ആദർശം ഉൾക്കൊണ്ടവരും ഉൾക്കൊള്ളാത്തവരും, അതുപോലെ ധാരാളം വിദഗ്ധകളും ഷിർക്കുകളും ഒക്കെ ചെയ്യുക, എന്നിട്ട് മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അവര് ഖുർആന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സംസ്കരിക്കപ്പെടുന്ന സമൂഹമാകുന്നു. അങ്ങനെ സംസ്കാരം ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ വിശ്വാസം പൂർണ്ണമാവുകയും വിശ്വാസിയായി അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്ന നല്ല മുമ്പിനായി നമുക്ക് തീരുവാൻ കഴിയും. തീർച്ചയായിട്ടും ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഖുർആനാണ് ഏത് സമൂഹത്തെയും എല്ലാ കാലത്തും സംസ്കരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് പരിഹാര മാർഗവും. കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹം തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ കാലം അതിന്റെ അവസാന കാലത്തേക്ക് അടുക്കുമ്പോൾ ദുഷിച്ചു കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും കാലം ആരംഭ ഘട്ടത്തിലെ ദുരന്തങ്ങൾക്കും ദുരവസ്ഥയ്ക്കും ഇരുണ്ട യുഗത്തിനുമൊക്കെ പരിഹാരമായി ഖുർആൻ അവതരിക്കുകയും ആ ഖുർആനിലൂടെ നല്ലൊരു ജനസമൂഹം ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ ഔന്നത്യങ്ങളെ പ്രാപിച്ചു. വീണ്ടും സമൂഹം മുന്നോട്ട് കടന്നു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മറ്റ് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ മറ്റ് പല ദുഷ്പ്രവണതകളും കടന്നുകൂടുകയും ആ പ്രവണതകൾ വളർന്ന് കാലം അവസാനിക്കാറാവുമ്പോഴത്തേക്കും വിശ്വാസികളെ പൂർണ്ണമായും കാലം തിന്നുന്ന തരത്തിലേക്ക് മാറും എന്നൊരു സാഹചര്യം ഉണ്ടാവും. തീർച്ചയായും ഈ കാലത്തിന്റെ ദുഷിപ്പ് ഒരുപാട് അനുഭവിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, ഓരോ ദിവസവും മതനിരാസത്തിന്റെയും മതനിഷേധത്തിന്റെയും അതുപോലെ തന്നെ നിരീശ്വരവാദത്തിന്റെയും എന്ന് വേണ്ട ഒരുപാട് പ്രവണതകൾ നമ്മളുടെ യുവ സമൂഹത്തിലേക്കും നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിലേക്കും വളരെ ബോധപൂർവം കടത്തിക്കൂട്ടുവാൻ ഭരണവർഗവും അതുപോലെ തന്നെ മാധ്യമ ലോകങ്ങളും ഒക്കെ ശ്രമിക്കുന്നു. അതിന്റെ കാരണം സമൂഹത്തില് അത് ഏറ്റവും അധികം പ്രതിരോധിക്കേണ്ടി വരുന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്പ്രവണതകൾക്കും പ്രതിരോധമായി നിൽക്കാൻ കഴിവുള്ള മഹത്തരമായ ഒരു ഗ്രന്ഥം കയ്യിലേന്തിയ ഒരു സമൂഹമാണ് നമ്മൾ. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി നല്ല സമൂഹത്തിന് നല്ല വെളിച്ചം കാഴ്ചവെക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹത്തെ ആയിരിക്കുമല്ലോ തീർച്ചയായും ഇതൊക്കെ ബാധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ മാത്രമേ എല്ലാ കാലത്തും എല്ലാ ദുഷ്പ്രവണതകൾക്കും പരിഹാരമാവൂ. അതുകൊണ്ട് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എല്ലാ കാലഘട്ടത്തിലും എല്ലായിടത്തും ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ കോട്ടയം ജില്ലയിൽ ഏറ്റവും നല്ല നിലയിൽ ഖുർആൻ പഠനവുമായി ബന്ധപ്പെടുത്തി ആളുകളെ സംഘടിപ്പിക്കുകയും ആളുകൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും
നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കേന്ദ്രത്തിന്റെ ഒരു യൂണിറ്റും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് ചങ്ങനാശ്ശേരിയിൽ നടന്നു വരുന്നത്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ കേന്ദ്രം അതുപോലെ ISM നേതൃത്വത്തില് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഖുർആൻ പഠന ക്ലാസ്സുകൾ, ജില്ലയുടെ മാത്രമല്ല സംസ്ഥാനത്ത് എല്ലായിടത്തും ഇത്ര നല്ല രീതി സുസംഘടിതമായി ഖുർആൻ പഠന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന മറ്റൊരു സംവിധാനവും നിലവിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഖുർആൻ പാഠ്യപദ്ധതിയിൽ പരമാവധി നേട്ടം കൊയ്യുന്നവരായി മാറുവാൻ നമ്മൾ ഓരോരുത്തരും ഈ അവസരത്തിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഖുർആൻ ഓതുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിദഗ്ധ ചെയ്യാൻ വേണ്ടിയും ശിർക്ക് ചെയ്യാൻ വേണ്ടിയും ഖുർആൻ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഖുർആൻ മനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ, ഖുർആൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണമെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആദ്യാവസാനമുള്ള മനുഷ്യ ജീവിതത്തിന്റെ നന്മ അല്ലെങ്കിൽ നേരായ മാർഗം അത് ഖുർആനാണ് പഠിപ്പിച്ചു തരിക എന്നുള്ള ബോധ്യത്തോടു കൂടി ഖുർആൻ അതിന്റെ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കുക, അതിന്റെ ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. അപ്പോൾ മാത്രമേ ഖുർആൻ പരിവർത്തനം ഉണ്ടാക്കുകയുള്ളൂ. ഖുർആൻ ധാരാളം ഓതുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം കിട്ടും. പക്ഷെ ഖുർആൻ അറിഞ്ഞ് ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തെ സംസ്കരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിശ്വാസിയായി മാറുവാൻ കഴിയുക എന്നുള്ളിടത്താണ് നമ്മൾ നിലപാടെടുക്കേണ്ടത്. അതനുസരിച്ച് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത്. തീർച്ചയായും വിജ്ഞാനം സമ്പാദിക്കുവാൻ വേണ്ടി ഇറങ്ങുന്ന ഓരോ വ്യക്തിക്കും അല്ലാഹു സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഖുർആനിൽ നിന്നും അല്ലെങ്കിൽ മതവിജ്ഞാനത്തിൽ നിന്ന് എന്തെങ്കിലും കരസ്ഥമാക്കിയ ആളുകൾ അത് മറച്ചു വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ദുഷിച്ച മനസ്സിന്റെ ഉടമ അല്ലെങ്കിൽ ഏറ്റവും ദുഷിച്ച വ്യക്തി അദ്ദേഹമായിരിക്കും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ വിജ്ഞാനം ഉൾക്കൊണ്ട പലരും അത് സ്വന്തം സമൂഹത്തെ പഠിപ്പിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വലിയ ദുരന്തമാണ്. ആ ദുരന്തം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ സംഘടിതമായ പ്രവർത്തനങ്ങൾ അതിനെതിരാണ്. നമ്മൾ സംഘടിപ്പിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ആശയം അടുത്ത തലമുറകളിലേക്ക് കൈമാറണം. ആ തലമുറകളിലൂടെ നമ്മളും അതുപോലെ കടന്നു വരുന്ന പുതിയ ജന്മങ്ങളും രക്ഷപ്പെടേണ്ടതുണ്ട്. അത് നന്മ സമൂഹത്തിൽ നിലനിർത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരം ഒരു സംഗമം വളരെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ശക്തിയേകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഇത്തരം സംഗമങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇവിടെ നമ്മുടെ സ്വാഗതത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു കാലമാണത്. വിജ്ഞാനവും അതുപോലെ തന്നെയാണ്. രാവിലെ നമുക്കറിയാം, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മൊബൈൽ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്തിലുള്ള ഏത് അറിവുകളും അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പിൽ കിട്ടും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് എത്ര പേർക്ക് ഗുണകരമായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. കാരണം നന്മയും തിന്മയും, ഈ നന്മ തന്നെ പല വിധത്തില് നമ്മുടെ മുന്നിലെത്തുന്നുണ്ട്. അതിൽ തന്നെ പലർക്കും പല ഗ്രഹിക്കാനുള്ള ശക്തി പലർക്കും പല രീതിയിലാണ്. തീർച്ചയായും ഒരു പണ്ഡിതന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അത് നമ്മൾക്ക് വിവരിച്ചു തരുന്ന ആ ഒരു സുവ്യക്തത ഒരു കാരണവശാലും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നേടുന്ന അറിവുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ പരസ്പരം കാണുകയും ചിരിക്കുകയും നമ്മളുടെ സൗഹൃദങ്ങൾ നിലനിർത്തുകയും ഈ കൂട്ടായ്മകൾ ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു ദൃഢത. തീർച്ചയായും നമുക്കറിയാം, ജമാഅത്തിന് ഇസ്ലാം മതം നൽകിയ പ്രാധാന്യം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ പണ്ഡിതന്മാർ വിശദമായ ക്ലാസ്സുകൾ അത്തരം വിഷയങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനുള്ളതുകൊണ്ട് തീർച്ചയായും പാണ്ഡിത്യവും അധ്യാപന പരിചയവും അതുപോലെ തന്നെ പ്രഭാഷണ ശേഷിയും ഒക്കെയുള്ള രണ്ട് പണ്ഡിതന്മാരാണ് നമുക്ക് ഇവിടെ ക്ലാസ്സുകൾ എടുക്കാൻ എത്തിയിരിക്കുക. തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യം. അപ്പം അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂട്ടായ്മകളും അതിന്റെ സംഘാടനവും തീർച്ചയായും വളരെ വിലപ്പെട്ടതാണ്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വിജ്ഞാന വർധനവ്, അതുപോലെ തന്നെ ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒത്തുചേരുകൾക്ക് ഉണ്ടാകുന്ന പ്രതിഫലം, അതിനേക്കാൾ ഉപരി ഈ വരും തലമുറയെ ഇത്തരം വിഷയങ്ങൾ സംഘാടകരാക്കി മാറ്റിയെടുക്കുവാനുള്ള താല്പര്യം, ഇത്തരം നിരവധി കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടും ഇത് മഹത്തരമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
ഈ സദസ്സിന് അള്ളാഹുവിൻ്റെ പരമമായ കാര്യം അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ പ്രതിഫലം ഏറ്റവും ഉന്നതമായ നിലയിൽ തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സദസ്സ് ഈ പരിപാടിയെ ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചതുകൊണ്ടും നിർത്തുന്നു. ഖുർആൻ റബിയ ഖൽബി വനൂർ സ്വദരി വജലാ ഹുസ്നി വദഹാ റഹ്മി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.